ഈ ഫോട്ടോയിൽ കാണുന്നത് ഫെർണാണ്ട, അവരുടെ കൂടെയുള്ളത് അവരുടെ ഹസ്ബൻഡ്. ഈ ബ്രസീലിയൻ ട്രാവലേഴ്സാണ് ഇവർ അൺഫോർച്ചുനേറ്റ്ലി 3-4 ഡേയ്സ് മുമ്പേ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ജാർഖണ്ഡിൽ വെച്ച് ഇവർക്കൊരു ഗ്യാങ് റേപ്പ് ഉണ്ടായി. അതിനോട് തന്നെ അവർക്ക് അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ടെൻ്റൊക്കെ കിട്ടി അതിനകത്ത് സ്റ്റേ ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവർ വളരെ വിഷമത്തോടു കൂടി തന്നെ അവരുടെ ഇൻസ്റ്റ പേജിൽ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവർ നമ്മുടെ ഇന്ത്യ ഒരു മോശമായ രീതിയിൽ അവർ പറഞ്ഞില്ല. അവരുടെ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ ആ ലോകയാത്ര നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെ അവസാനിക്കുകയും ചെയ്തു. 195 രാജ്യങ്ങളുണ്ട്, അതിൽ അവർ 66 എണ്ണം കവർ ചെയ്തിരുന്നു. എന്ത് ചെയ്യാനാണ്, നിർഭാഗ്യവശാൽ അവർക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചു പോയി, അത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച്. ഇതൊക്കെ അവർക്ക് നേരെ സംഭവിച്ചിട്ടും അവർ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. Nos habéis enviado por todos los medios y la policía está haciendo todo lo posible por cogerlos. Ya han cogido a 4, que en breve van a coger al resto, estoy seguro. Tienen sus datos, tienen sus nombres, porque hay 2 o 3 que han huido. Y no penséis que India es así. India es un gran país. Es un gran país y vale la pena visitarlo, con sus cosas buenas y sus cosas malas. Y esto ha sido un incidente y no eso nos tiene que dejar el recuerdo de un país malo. No es así. Y gracias a la policía y a todo el mundo. La gente, los indianos son buena gente. Hemos pues chocado con unos indeseables que lo que esperamos es que se mueran en la cárcel. Pero no hay que generalizarlo. La policía está haciendo todo lo que puede, así que muchas gracias a todos. Gracias a todos y aquí estamos esperando.